പലപ്പോഴും സത്യാവസ്ഥ എന്താണെന്ന് ചിന്തിക്കാനും നോക്കാനും വിലയിരുത്താനും ഒന്നും നമ്മൾ ശ്രമിക്കാറില്ല. അതിന് മുമ്പ് തന്നെ അങ്ങ് ചാടി വീഴും നമ്മൾ. അങ്ങനെയാണ് പല കലഹങ്ങളും ഉണ്ടാകണേ, പല ബന്ധങ്ങളും കേടുവരുന്നത്. പക്ഷേ നമുക്ക് മുറിച്ചുവിട്ട ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ അത്ര എളുപ്പമല്ലല്ലോ. അപ്പം അതുകൊണ്ട് എപ്പോഴും ജീവിതയാത്രയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ബുദ്ധിയുടെ ഇടപെടൽ എപ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങളിലും ആവശ്യമാണ്. കാര്യം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബുദ്ധിക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളോട് പറയാറില്ലേ, ചിന്തിച്ച് ആലോചിച്ച് പറയൂ, പ്രവർത്തിക്കുക. ആലോചിക്കുക, ചിന്തിക്കും മനസ്സ്, പക്ഷേ അത് ആലോചിക്കുക. ആലോചിക്കുക അർത്ഥം ശരിയേത് തെറ്റേതെന്ന് നമുക്ക് തരംതിരിക്കാൻ, എന്നിട്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ. എന്ത് പറയണം, എന്ത് പറയണ്ട, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. വരും വരായികകളെക്കുറിച്ചുള്ള ആ ഒരു തിരിച്ചറിവും ഒരു നല്ല തീരുമാനം എടുക്കാനുള്ള കഴിവ്. അതിനെയാണ് പറയുന്നത് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് പറയൂ, ആലോചിച്ചിട്ട് പ്രവർത്തിക്കൂ എന്ന് നമ്മളോട് പൂർവികർ മുതിർന്നവർ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ശരിക്കും ബുദ്ധിയുടെ ജോലിയാണ്. മനസ്സിന് ചിന്തിക്കാൻ മാത്രമേ കഴിയൂ. പക്ഷെ ബുദ്ധിക്ക് ഇടപെടണമെങ്കിൽ എന്ത് വേണം? ബുദ്ധിക്ക് ദിവ്യത വേണം, ഡിവിനിറ്റി വേണം. ഡിവിനിറ്റി വേണമെന്നുണ്ടെങ്കിൽ അറിവ് വേണം, വിവേകം വേണം, വിസ്ഡം. അതിനാണ് ജ്ഞാനം ആവശ്യം. ഈ ബ്രഹ്മകുമാരീസ് ഈശ്വരീ വിശ്വവിദ്യാലയത്തിൽ നിത്യേന ജ്ഞാനസ്നാനമുണ്ട്. ഡെയിലി ജ്ഞാനം, നിത്യ സത്സംഗമാണ് പ്രത്യേകത ഇവിടുത്തെ.